പച്ച പപ്പായ നിങ്ങൾ തിളച്ച എണ്ണയിലിട്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങളിങ്ങനെ ചെയ്യും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഒപ്പം തന്നെ കുറച്ച് അധികം വെറൈറ്റി ആയിട്ടുള്ള ടിപ്സുകളും കൂടി ഇന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് 2 സ്പൂൺ അരി എടുക്കുന്നുണ്ട്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി എടുത്താൽ മതി. 2 സ്പൂൺ അരിക്ക് 1 സ്പൂൺ ഉലുവ എന്ന കണക്കിൽ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. അപ്പോൾ ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയുടെ തൊലിയാണ്. നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചതിന് ശേഷം ഈ തൊലി സാധാരണ കളയാറാണ് പതിവ്. അപ്പം ഇങ്ങനെ ഒന്ന് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മുങ്ങി കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും മൂടി വെക്കണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ആ പച്ചരിയും ഉലുവയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അപ്പം 4 മണിക്കൂറിന് ശേഷം നമ്മളിത് അരിച്ച് മുടി ഇഴകളിൽ സ്പ്രേ ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി സമൃദ്ധിയായിട്ട് വളരും. മുടിക്ക് നല്ല തിളക്കം കിട്ടും, തലയോട്ടി ക്ലീൻ ആകും. ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യും. ഈ കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതുപോലെ പച്ചരി കഴുകുമ്പോൾ മുടിക്ക് തിളക്കവും മിനുസും ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ ഉലുവയാണെങ്കിൽ മുടി മൃദുവാകാനും പൊട്ടൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുമെന്ന് പരമ്പരാഗതമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രാമ്പൂവിലാണെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി തൊലിയിലാണെങ്കിൽ മുടി വളരാൻ ആവശ്യമായ സസ്യ സംയുക്തങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതായത് സൾഫർ, അതുപോലെ തന്നെ അലിസിൻ എന്ന് പറഞ്ഞ ഒരു ഘടകം, പിന്നെ സെലിനിയം, പിന്നെ വിറ്റാമിൻ സി, ഈ കൊളാജൻ രൂപീകരണത്തിനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് വെളുത്തുള്ളിയിൽ. കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-30 മിനിറ്റ് ഒന്ന് വെച്ചിരിക്കുക. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യണം. വിരലുകൾ ഉപയോഗിച്ച് തലയോട്ടി മസാജ് ചെയ്തും കൂടെ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്കിത് നോർമൽ വാട്ടറിൽ കഴുകി കളയാം. ഷാമ്പൂ ഒന്നും ഇടേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു ഹെയർ സിറമാണിത്. വലിയ വില കൊടുത്ത് നമ്മൾ മാർക്കറ്റുകളിൽ നിന്നൊക്കെ സിറം വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പായയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇലയല്ല ആക്ച്വലി വേണ്ടത്, നമുക്കിതിൻ്റെ ഈ ഒരു തണ്ടാണ് വേണ്ടത്. അപ്പോൾ തണ്ട് ഞാൻ ഈ ഒരളവിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ണമുള്ള കപ്പളത്തിൻ്റെ തണ്ട് എടുക്കരുത്. അതായത് ഇതുപോലെ ചെറിയ കപ്പളത്തിൻ്റെ തണ്ടേ എടുക്കാവുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ കപ്പളം എന്ന് പറയും, അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറയും. ഇനിയും പല പേരുകളുണ്ട് കേട്ടോ, ഓമയ്ക്കായ, അങ്ങനെയൊക്കെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതേ ഞാൻ ഈ ഒരളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഇടികല്ലിലേക്ക് 2-3 ചുവന്നുള്ളിയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും പൊളിക്കണ്ട കേട്ടോ. നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചെറിയൊരു പാത്രത്തിലോട്ട് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ആയിട്ടുള്ള ഓയിലില്ലേ, അതായത് നമ്മൾ എന്തെങ്കിലും വറക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ പലതവണയായി കഴിഞ്ഞ് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നോർമലായിട്ട് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇവിടെ കടുകെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കരിഞ്ഞു പോകേണ്ട, ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പം നമുക്കിതിലോട്ട് ഒരു കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതെന്തിനാണെന്ന് പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ സന്ധ്യയായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ എന്തോരം കൊതുക് ശല്യമായിരിക്കും അല്ലേ. ഒരു 6 മണിയാകുമ്പോഴത്തേക്കിനും നമ്മൾ വിളിക്കാതെ വിരുന്നെത്തുന്ന അതിഥികളാണ് ഈ കൊതുകുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഉടനെ കെമിക്കലുകളുടെ പുറകെ പോകാറാണ് സാധാരണ നോർമലായിട്ട് വീട്ടിൽ ചെയ്യാറുള്ളത് അല്ലേ. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അതിന് ഗൗരവം കൊടുക്കാറില്ല. അപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ട് നമുക്ക് കൊതുകുകളെ തുരത്താനുള്ള വഴികളൊക്കെ നോക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി ഈ പപ്പായയുടെ തണ്ടിലേക്ക് ഞാൻ കോട്ടൻ്റെ ഒരു തുണി ഇങ്ങനെ തിരി പോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയ ഒരു ബൗളിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തിരി ഇതിലേക്ക് നമുക്കൊന്ന് മുക്കി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് കത്തിക്കാം. അപ്പോൾ ഇത് കത്തുമ്പം ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് കർപ്പൂരത്തിൻ്റെ സ്മെല്ല്, വെളുത്തുള്ളിയുടെ സ്മെല്ല്, ചെറിയുള്ളിയുടെ സ്മെല്ല്, പിന്നെ നമ്മൾ ഉപയോഗിച്ച ആ കടുകെണ്ണയുടെ സ്മെല്ല്. അപ്പോൾ ഈ സ്മെല്ലുകളൊന്നും തന്നെ കൊതുകിന് ഇഷ്ടമുള്ളതല്ല. അപ്പോൾ ഇതിങ്ങനെ എരിയുമ്പോൾ തന്നെ ഒരു ഗന്ധം നമ്മുടെ റൂമുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊതുക് ഒറ്റയൊരെണ്ണം പോലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കത്തില്ല. എല്ലാം അപ്പം തന്നെ പുറത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കെമിക്കലുകളൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് കൊതുകുകളെ ഈസി ആയിട്ട് തുരത്താം. ഇനി ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എരിയുമ്പം തന്നെ ഈ പപ്പായയുടെ ഈ പച്ചത്തണ്ടും കൂടെ പതുക്കെ ഒന്ന് പുകഞ്ഞു തുടങ്ങും. അപ്പോൾ ആ ഒരു സ്മെല്ലും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കിനും കൊതുകുകൾ ഒറ്റയൊരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൊതുകുകളെ സന്ധ്യയാകുമ്പോൾ ഒന്ന് തുരത്തി നോക്കി നമുക്ക് 1 മാസം വരെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ കൊതുക് പോലും നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കാണത്തില്ല. അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഇടിവെട്ട് മോരുകറി ഉണ്ടാക്കിയാലോ. നമ്മളെപ്പോഴും മോര് കാച്ചാറുണ്ട്, അല്ലെങ്കിൽ മോര് കറി വയ്ക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അതിനകത്ത് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പ്രധാനമെന്ന് പറയുന്നത്. അപ്പം ഞാൻ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് നാരകത്തിൻ്റെ ഇലയാണേ. നാരകത്തിൻ്റെ ഇലയിട്ട് ആരെങ്കിലും മോര് കാച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇന്ന് നാരകത്തിൻ്റെ ഇല അന്വേഷിച്ച് പോകും. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ സാധാരണ മോര് കാച്ചുമ്പോൾ എടുക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. സവാള, മോര്, പച്ചമുളക്, കറിവേപ്പില, അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സാധാരണ മോര് കാച്ചുന്നത് പോലെ നമുക്ക് കാച്ചിയെടുക്കാം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഇതുപോലെ ഞാൻ മോര് കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് നാരകത്തിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതായത് നമ്മളെല്ലാം വഴറ്റുന്ന സമയത്ത് നാരകത്തിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മോര് കാച്ചി എടുത്തു കഴിഞ്ഞാൽ ആ നാരകത്തിൻ്റെ ഇലയുടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ഈ മോര് കാച്ചിയതിന്. അപ്പോൾ സാധാ മോര് കാച്ചിയത് അടിപൊളിയാണ്, എന്നാൽ ഇത് ഇടിവിട്ട് മോര് കാച്ചിയതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. എന്നാൽ നിങ്ങൾ എപ്പം മോര് കാച്ചിയാലും പിന്നെ ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യത്തേ ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിതെല്ലാം മുഴുവനായിട്ടും കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. അടുത്തതായിട്ട് ഞാനിവിടെ പപ്പായയുടെ 2 ഇല എടുത്തിട്ടുണ്ട്. ഒരുപാട് മൂക്കാത്ത ഇളത്ത ഇല നോക്കി എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം. കട്ട് ചെയ്തത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈ പപ്പായയുടെ ഇല ഒന്ന് വെന്തൊക്കെ വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. കാരണം ഈ ഇലയുടെ സത്തല്ല ഈ വെള്ളത്തിലേക്ക് ആ സമയത്തേക്ക് ആകും. എന്നിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാമ്പൂ ഒക്കെ ചെയ്ത് ലാസ്റ്റ് ഈ വെള്ളം ഒഴിച്ച് നമ്മളൊന്നും കൂടെ ഒന്ന് മുടി കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടും, നല്ലൊരു തിളക്കം കിട്ടും. ചകിരിച്ചോറ് പോലിരിക്കുന്ന മുടിയൊക്കെയാണെങ്കിൽ മുടിക്ക് നല്ലൊരു മൃദുത്വം കിട്ടുന്നതായിരിക്കും. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. നിങ്ങൾ പച്ച പപ്പായ തിളച്ച എണ്ണയിലോട്ടിട്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നും ഇങ്ങനെ ചെയ്യുള്ളൂ. ഇനി നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി പപ്പായ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യും. കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്വൈരം തരത്തില്ല ഇത് ഒരു തവണയൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പച്ചപ്പപ്പായ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ വേറൊരു കാര്യം, ഈ പപ്പായയുടെ ഈ ചുന ഇതുകൊണ്ടൊരു ഉപയോഗമുണ്ട് വിരശല്യം മാറാനായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പപ്പായ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുക. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു പാലിങ്ങനെ ഊറി വരും. അത് നമ്മളൊരു പപ്പടത്തിലോട്ട് തേച്ചിട്ട് അത് കനലിലിട്ട് ചുട്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ വിരശല്യം ഉണ്ടെങ്കിൽ മാറുന്നതായിരിക്കും കേട്ടോ. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഈ പപ്പായ ഒന്ന് മുറിച്ചൊന്ന് ചെത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ചെത്തി അരിഞ്ഞ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അരിഞ്ഞെടുക്കുമ്പോൾ ഒരേ കനത്തിൽ അരിയാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഒന്ന് കട്ടി കൂടിയും കട്ടി കുറഞ്ഞും ഇരിക്കരുത്. ഇനി കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ആകണം. ഈ പപ്പായയിൽ ഒരുതരം വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മതി, വേറെ വെള്ളമൊന്നും വേണ്ട. അപ്പം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി ഇതിൻ്റെ അടിയിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണേ. നമുക്ക് പൊടി ഉണ്ടെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ടായിരിക്കുന്നത്, എക്സ്ട്രാ പൊടിയൊന്നും ഇതിൻ്റെ അടി കിടപ്പില്ല. ഇനി ഞാൻ ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പം കറിവേപ്പില ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഇളക്കരുത്. അതിനുശേഷം പതുക്കെ നമുക്കിത് ഇളക്കി കൊടുക്കാം.
ഒന്ന് മറിച്ചൊക്കെ ഇട്ട് മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. കൊച്ചുങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഈവനിങ്ങിലും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയും അവർ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മളിങ്ങനെ കാശ് കൊടുത്ത് ഓരോ പാക്കറ്റുകളൊക്കെ വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കുന്നതിനേക്കാട്ടിലും ഒരുപാട് നല്ലതാണ് ഇങ്ങനെ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പപ്പായ വെച്ചിട്ട് ഇതുപോലെ അടിപൊളി ഒരു ചിപ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന്? എത്രയോ പപ്പായയാണ് കിളി കൊത്തിയും കാക്ക കൊത്തിയും ഒക്കെ പഴുത്തൊക്കെ വെറുതെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ.